അതുപോലെ തന്നെ ഈ ഒരു കളറ് സമ്മർ കളറിലേക്ക് ആ ഒരു ബേജ് ക്രീം കളറിൻ്റെ പിങ്ക് ഷെയ്ഡ്. ഇതൊക്കെ 12 മീറ്ററാണ് വന്നിരിക്കുന്നത്. ചെറിയ ചെറിയ താനാണ്. 546. നമ്മൾ ആദ്യം കണ്ടതിൻ്റെ തന്നെ കളർ ചേഞ്ച്. വീണ്ടും ഒരു ലിറിൽ ഗ്രീൻ, കുറച്ച് നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള കളർ എന്നുള്ള രീതിയിലേക്ക് സെറ്റ് ചെയ്യാം. ദേ ബ്ലോക്ക് പ്രിൻ്റ്, ജയ്പൂർ ബ്ലോക്ക് പ്രിൻ്റാണ് ഇതിലേക്ക് കൊടുത്തിരിക്കുന്നത്. മല്ല്, പ്യുവർ മല്ല് കണ്ട, നല്ല കളർഫുള്ളാണ്. ഇതൊക്കെ കുർത്തടിച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും. വീണ്ടും കലംകാരി, പ്യുവർ മല്ലിലേക്ക് കലംകാരി ഡിസൈൻ. ഒരു സേജ് ഗ്രീനും പിങ്കും കൂടെ വന്നു. ഇത് ലിറിൽ ഗ്രീൻ. പിന്നെ വീണ്ടും നമ്മൾ ആ ചന്തേരിയിൽ കണ്ടതിൻ്റെ തന്നെ 2 സൈഡ് ബോർഡർ ആയിട്ട് വന്നു. ബ്ലോക്ക് പ്രിൻ്റ്. ഇതൊക്കെ ഇങ്ങനെ ചന്തേരിയിൽ വന്ന പ്രിൻ്റുകളാണ്. മൽച്ചന്തേരി. അതെ ബ്ലോക്ക്. നല്ല ഭംഗിയുള്ള ഒരു ഗ്രേ കളറ്. പിന്നെ വരണത് നമ്മൾ നേരത്തെ കണ്ട ആ ഒരു കളറിലേക്ക് കളർ ചേഞ്ച്. ഇത് ഇതടി ആ തുണി എടുത്ത് താഴെ ഇരിക്കണേ. ഇതിൻ്റെ ഈ ഒരു ടാൻ ബ്രൗൺ ആയിരുന്നു, ഇതിലേക്ക് വരുമ്പോഴേക്ക് പിങ്കാണ്. കളർ കോമ്പോയിൽ മാത്രം ചെറിയൊരു വേരിയേഷനായിട്ട് വന്നു. ഈ ഒരു കളർ ഇത് നോക്കി, ആ ഗ്രീൻ എടുത്തേ. നമ്മൾ നേരത്തെ കാണിച്ച 6 സാഗിൻ്റെ പ്രിൻറ്റിൻ്റെയിലേക്ക് ലാവൻഡർ വന്നു. നമ്മൾ ആദ്യം കാണിച്ചതിൻ്റെ കളർ ചേഞ്ച്. ഇത് കലംകാരി തന്നെ, നല്ല ഭംഗിയുണ്ട്. ഒരു വെറൈറ്റി കളറ്. ഇത് കണ്ടിട്ട് എനിക്ക് ഇതിൽ എല്ലാത്തിൽ ഇതിപ്പോൾ ഇന്ന് രാവിലെ വന്നപ്പോൾ എനിക്കിത് തയ്ച്ച് കിട്ടിയില്ലായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ തല്ലുണ്ടാക്കി പോയി മേടിച്ചതാണ്. ഇട്ടിട്ട് പിന്നെ നല്ല സുഖം. ഇതൊക്കെ കണ്ടോ, കലംകാരിയിലേക്ക് മൽച്ചന്തേരിയിൽ കലംകാരി. ആ ഒരു സമ്മർ ഫീലിൽ ഇങ്ങനെ ആ ഒരു പ്യുവർ സിൽക്ക് ബേസ്ഡ് ആയിട്ടുള്ള മെറ്റീരിയൽ ആയതുകൊണ്ടാണ് ഇത്ര ഒരു റിച്ച്നെസ് വരുന്നത്. 500 പെർ മീറ്റർ വരണമെങ്കിലും അതിൻ്റെ ഒരു ക്ലാസ്നെസ് ഉണ്ട്. ഇത് 646 ആണ്. അതെ ഫ്ലോറൽ ഡിസൈൻസ്. അയ്യോ, ഈ ഒരു ഗ്രീനൊക്കെ നോക്കിയേ. എന്തെങ്കിലുമൊക്കെ ഡിസൈൻസ് ചെയ്തെടുക്കുമ്പോൾ ഇത് ഈ ഒരു ലാവൻഡർ ചെറിയ പിങ്ക്. മറ്റേ അതെടുത്തടാ ലിറിൽ ഗ്രീൻ, അതിൻ്റെ കളർ ചേഞ്ച്. നമ്മൾ ആദ്യം കാണിച്ച വീഡിയോയിൽ വന്നതിൻ്റെ കളർ ചേഞ്ച്. അപ്പോൾ നമ്മൾ നല്ല ഭംഗിയുള്ള റണ്ണിങ് മെറ്റീരിയലാട്ടോ. പേഴ്സണലി എനിക്കിതിങ്ങനെ ഇന്നിട്ടിട്ട് നല്ല രസമുണ്ടായിരുന്നു. അതെ ഇത് ഈ ഒരു ഫീലൊക്കെ കണ്ട, ഇതൊക്കെ റയറായിട്ടുള്ളൊരു കോമ്പിനേഷനാണ്. പിന്നെ ഇത് ഭയങ്കര ഷേപ്പായിട്ട് ഇങ്ങനെ അടിക്കണമെന്നില്ല. ഇച്ചിരി ലൂസ് കംഫി ഫീലിലൊക്കെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു സമ്മർ ടൈം ആയതുകൊണ്ട് നമുക്ക് എങ്ങനെ വേണമെങ്കിലും അതൊരു കംഫർട്ട് സോണിലേക്കും പാർട്ടി വെയർ ആയിട്ട്. ഇപ്പോൾ ഇതിന് ഞാൻ കൊടുത്തത് സർദോസി വർക്കാണ്. ആ ഒരു പിങ്ക് ഷെയ്ഡിൻ്റെ തന്നെ സർദോസി വർക്ക് കൊടുത്തു. പിന്നെ പേളിൻ്റെ മാലയൊക്കെ ഇട്ടു. അപ്പോൾ നല്ല രീതിയിൽ നമുക്ക് നല്ല ഭംഗിയായിട്ട് നമ്മളെ പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഓരോരോ മെറ്റീരിയൽസാണ്. സ്റ്റിച്ച് ചെയ്തിട്ട് അങ്ങ് നമ്മുടേതായ ഒരു പാറ്റേണിലൊക്കെ എങ്ങനെയാണ് കഫ്താനോ എന്ത് വേണമെങ്കിലും നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാവരും തന്നെ ഷോപ്പ് വിസിറ്റ് ചെയ്യണം. നല്ല ഭംഗിയുള്ള റണ്ണിങ് മെറ്റീരിയൽസിൽ ഈ ഒരു സമ്മർ കളക്ഷൻസ് ആയിട്ട് പുതിയതായിട്ട് കയറിയിരിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും തന്നെ ഷോപ്പ് വിസിറ്റ് ചെയ്യണം. അപ്പോൾ അങ്ങനെ ഇതുവരെ സഹകരിച്ച എല്ലാവർക്കും ഒരുപാട് നന്ദി പറയുന്നു. താങ്ക് യു സോ മച്ച്.